പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനി ഒരേ മനസ്സോടെ ശ്രമിക്കുന്നു. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. നാം കാണേണ്ടത് നീതി ആയോഗ് പുറത്തിറക്കിയ ആരോഗ്യ സൂചികയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ഈ 1-ാം സ്ഥാനം വിവിധ മേഖലകളിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക, അതേപോലെ തന്നെ സുസ്ഥിര വികസന സൂചിക, ഇതിലെല്ലാം നീതി ആയോഗ് തന്നെ 1-ാം സ്ഥാനം കേരളത്തിനാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, തുടർച്ചയായാണ് ഈ നേട്ടം സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. എന്നിട്ടും അദ്ദേഹം പറയുകയാണ് കേരളം മോശം. സാക്ഷരത 96%, ആയുർദൈർഘ്യം 75.2 വർഷം, ഉയർന്ന ആരോഗ്യ സൂചിക, നവീകരിച്ച സാമൂഹ്യ സുരക്ഷ, മികച്ച ക്രമസമാധാനം, അനുയോജ്യമായ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാൽ കേരളം രാജ്യത്തിന് മാതൃകയായാണ് നൽകുന്നത്. കുടുംബശ്രീ സംരംഭം മുതൽ ആരോഗ്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, വിഖ്യാതമായ സ്റ്റുഡന്റ് പോലീസ് കാർഡ് പദ്ധതി, നവകേരള കർമ്മ പദ്ധതി, ഇത്തരത്തിൽ കേരളം മുൻകൈയെടുത്ത സംരംഭങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം, ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിൽ. അദ്ദേഹം ഒറ്റയടിക്ക് 2 സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അറിയാവുന്ന ഒരു കാര്യം. അത് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ്. ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ്, ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ലോക്കൽ സർക്കിൾസ് ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ച്. അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അവമാനിക്കുന്ന പ്രസ്താവന നടത്തിയത്? അദ്ദേഹം പറഞ്ഞതിലെ പൊള്ളത്തരം വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം, 13-ാം ധനകാര്യ കമ്മീഷൻ കാലത്ത്, ആ കാലയളവിൽ നിന്നും 14-ാം ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം
ആകെ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ 42%. ഇത് BJP സർക്കാരിന്റെ നേട്ടമായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നീതി ആയോഗ് CEO PVR സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട വാർത്ത ശ്രീ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ അവകാശവാദത്തെ കുറിക്കുന്നതല്ലേ? PVR സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? 2014 പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് നീതി ആയോഗ് CEO തുറന്നു പറഞ്ഞത്. അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ താനാണ് പ്രധാനമന്ത്രിക്കും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്നത് എന്നാണ് ശ്രീ സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്. സംസ്ഥാനങ്ങൾക്ക് 42% കേന്ദ്ര നികുതി വിഹിതം നൽകണമെന്നായിരുന്നു YV റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശ. അത് 33% വെട്ടിക്കുറക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഈ ഭരണഘടനാ മാനദണ്ഡം ലംഘിച്ചാണ് പ്രധാനമന്ത്രി കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ YV റെഡ്ഡിയുടെയും ധനകാര്യ കമ്മീഷന്റെയും നിലപാട് ശക്തമായിരുന്നു. അത് കാരണം നരേന്ദ്രമോദിയും BJP സർക്കാരും ഉദ്ദേശിച്ച അജണ്ട നടപ്പിലാക്കാൻ കഴിയാതെ. ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല. ഭരണഘടനാപരമായി അത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും സാധാരണ കേന്ദ്ര സർക്കാർ കൈകടത്താൻ പാടില്ല. ഇവിടെ ആ കൈകടത്തലാണ് ഉണ്ടായത്. നമുക്കറിയാം, കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നേരെ സ്വീകരിച്ചു വരുന്ന സമീപനം. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ മാനദണ്ഡമാക്കാൻ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. ഈ പ്രശ്നം സംസ്ഥാനം ഉയർത്തുമ്പോൾ അതിന് പരിഹാരം കാണാതെ തുകയുടെ വലുപ്പം പറയുകയാണ് ചെയ്യുന്നത്.
വെപ്രാളവും നിരാശയും കാണാൻ സാധിക്കും. അതാണ് തീർത്തും തെറ്റായ കാര്യങ്ങൾ പറയാൻ പ്രധാനമന്ത്രിയെയും BJPയെയും പ്രേരിപ്പിക്കുന്നു. അതേ ദയനീയതയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിച്ച് ആ ഘട്ടത്തില് ജനങ്ങൾക്കുണ്ടായ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞില്ല. പക്ഷേ ജനങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ സ്ഥിതി പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായി. അതുകൊണ്ടാണ് തുടർന്ന് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പച്ചപിടിക്കാതെ പോയി. ഇപ്പോ 5 വർഷത്തിന് ശേഷം അതേ വെയില് പുതിയ കുപ്പിയിലൊഴിച്ച് പരീക്ഷിക്കുക. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി 2ാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ തന്നെ ഇടതുപക്ഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സംഘപരിവാറിന്റെ പിടിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ഉത്തമമായ സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസോ വർഗീയ വിഭജനത്തിന്റെ അജണ്ടയായി BJP സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് മിണ്ടാൻ തയ്യാറായി. BJPയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയല്ലേ ചെയ്തു. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം പാപ്പർ രാഷ്ട്രീയമാണ്. കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ്, പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ്, ഇതെല്ലാമാണ് UDFന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 3 കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് LDF സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ഒന്നാമത്തെ വിഭാഗമായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷത്തെയും നാടിനെയും ആക്രമിക്കുന്ന UDF. ഈ രണ്ടിനോടുമൊപ്പം സ്വയം മാറി വ്യാജ പ്രചരണങ്ങളും ഇടതുവിരുദ്ധതയും തമസ്കരണ തന്ത്രവും കൈമുതലാക്കിയ
വലതുപക്ഷ മാധ്യമം ഈ ത്രികക്ഷി മുന്നണി ഉയർത്തുന്ന ഏത് ഭീഷണിയെയും നേരിട്ട് അത്യുജ്വല വിജയം നേടാൻ LDF-ന് കേരളത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന വോട്ടെടുപ്പാണ് 26-ന് നടക്കുന്നത്. ഇതാണ് ആമുഖമായി പറയാൻ. പ്രധാനമന്ത്രി ആര് എന്നത് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രധാനം BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. BJP-യെ പരാജയപ്പെടുത്താനുള്ള നല്ല നിലക്കുള്ള മുന്നേറ്റമാണ് രാജ്യത്താകെ നടക്കുന്നത്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ നല്ല തോതിലുള്ള മുന്നണി സംവിധാനം നിലവിൽ വരുന്നുണ്ട്. അതിലൂടെ പുതിയ സാഹചര്യം ഉയർന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം വെച്ച് തീരുമാനിക്കേണ്ട കാര്യം. അപ്പോ അതിനനുസരിച്ച് നിലപാട് എല്ലാ കക്ഷികളും കൂടി തീരുമാനിക്കും. സതീശന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അസുഖം പറ്റിയപ്പോൾ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനും അതുപോലെ തന്നെ മോദിയെ വിമർശിക്കാതിരിക്കാനും ശ്രമിക്കും. സതീശന്റെ ഒരു ആരോപണം. സതീശന്റെ നിലക്കെന്തോ പറ്റിയിരിക്കുകയാണ്. എനിക്കറിയില്ല. ഈ സാധാരണഗതിയില് നമ്മള് പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വ നിയമ ഭേദഗതിയെ പറ്റിയുള്ള ഭാഗമില്ല എന്നത് ഞങ്ങൾ ഉയർത്തിയ ഗൗരവമായൊരു വിമർശനമാണ്. ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിമർശനമാണ്. പക്ഷേ സതീശൻ പറഞ്ഞ എന്താ? സതീശൻ ഈ പ്രസ്താവന നടത്തിയ ആളെ കുറ്റപ്പെടുത്തി. ഈ പ്രകടന പത്രിക വായിച്ചില്ല, എന്റെ പേജ് വായിച്ചില്ല, പേര വായിച്ചില്ല, ഈ നമ്പറൊക്കെ കൊടുത്തു. ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ആ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചു. ഈ പ്രകടന പത്രിക, പറഞ്ഞ പേജ്, ആ പറഞ്ഞ ഖണ്ഡിക, അത് മുഴുവൻ വായിക്കുകയും ചെയ്തു. അതിൽ CAA എന്ന ഒരു വാക്കേ ഇല്ല, പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്കേ ഇല്ലാത്ത ഒരു പ്രകടന പത്രിക. പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ KPCC-യുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന UDF കൺവീനർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അതാ ശരി. പക്ഷെ പിന്നെ വിവരങ്ങൾ കൂടുതൽ വന്നല്ലോ, പുറത്തു വന്നല്ലോ. അത് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തല്ലോ. അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം, അവര് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതിയിലെ അംഗങ്ങളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് കിട്ടിയ വിവരം അവർ പുറത്തു കിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി രൂക്ഷമായൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഭാഗം വേണ്ടെന്ന് വെച്ചു. ഇതാണ് ഉണ്ടായതെന്ന് ഇപ്പൊ പുറത്തു വന്നു. അപ്പൊ ഇത്രമാത്രം രാജ്യം കണ്ട ഒരു വസ്തുത അത് പച്ചയായി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രീ സതീശനല്ലാതെ മറ്റൊരാൾക്ക് കഴിയും. മറ്റൊരു കാര്യം, നമ്മുടെ
ഇലക്ട്രൽ ബോണ്ടിലുള്ള ഞങ്ങളുടെ സമീപനം എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് വന്ന ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു ഇത് അഴിമതിയാണ്, ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല, ചില്ലി കാശ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ സ്വീകരിക്കും. മാത്രമല്ല CPIM ആണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ വിധി വന്നതും CPIMന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നപ്പോ അതിന്റെ തുടർച്ചയായി കോടതി അലക്ഷ്യം കരുതി സുപ്രീം കോടതിയിൽ കൊടുത്തത് CPIM ആണ്. കണക്കാകെ പുറത്തു വന്നു. അതില് പണം പറ്റിയ ഏറ്റവും വലിയവര്, ഏറ്റവും കൂടുതൽ പണം പറ്റിയത് BJP, രണ്ടാമത് കോൺഗ്രസ്. ഇതല്ലേ വന്ന കണക്ക്. CPIM അതുമായി നേരത്തെ വിയോജിച്ചു. ഒരു പൈ വാങ്ങില്ല എന്ന് പറഞ്ഞ് അത് അവിടെ തന്നെ നിന്നു. CPIMന്റെ ഇടപെടലിന്റെ ഭാഗമായി അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. സതീശൻ പറയാണ് CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കും. അപ്പോ എന്തോ അദ്ദേഹത്തിന് പറ്റുകയാണ്. രാജ്യം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം നിഷേധിച്ചുകൊണ്ട് പറയാൻ ഒരു മടിയും അദ്ദേഹത്തില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ തെളിവ്? തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്, പിന്നെ ഹാജരായിപ്പോളാം. പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്. അപ്പോ അത്രയും അതിനെ കാണേണ്ടതുണ്ടെന്നാണ്. എന്തെങ്കിലും തൽക്കാലം ഒന്ന് പറയാന്നുള്ള നിലപാട് മാത്രമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന VD സതീശൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി പറയുന്നുണ്ട് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുന്ന പറയുന്നത്. ഇങ്ങനെ പ്രധാനമന്ത്രി ആയുധമാക്കി കൊടുത്തിങ്ങനെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല സഹകരണ മേഖല ഉണ്ടായിരുന്നത് ഒന്ന് ഗുജറാത്തിലേക്ക്, അതായത് മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജിന്റെ എല്ലാം ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സഹകരണ പ്രസ്ഥാനമായിരുന്നു. ഇവിടെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളിൽ 70% സഹകരണ മേഖലയായിരുന്നു വഹിച്ചത്. എത്ര തകർച്ചയാണ് ഇപ്പൊ ആ സഹകരണ മേഖലക്കുണ്ടായി. വൻപിച്ച തകർച്ച. 70-20% ധാരാളം നല്ല സഹകരണ സ്ഥാപനങ്ങൾ തകർന്നു. ആ സഹകരണ മേഖലക്ക് വന്ന അപജയത്തെ കുറിച്ച് അന്വേഷിക്കണം, ഇടപെടണം, കേസെടുക്കണം എന്ന് റിസർവ് ബാങ്ക് തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന് ഫലപ്രദമായ നടപടിയിലേക്ക് നീങ്ങി. ഇതാണ് സഹകരണ മേഖലയോട് ഗുജറാത്തിൽ BJP സർക്കാർ സ്വീകരിച്ച സമയം. ഇവിടെ അതല്ല. കേരളത്തിൽ സഹകരണ മേഖല അടിക്കടി ശക്തിപ്പെട്ടു പോവുകയും അതില് കേരളത്തിലെ ഗവൺമെന്റുകൾ, മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തിലെ സഹകരണ മേഖലയോട് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. വിവിധ ഘട്ടങ്ങളിൽ ആ നിലയാണ്. ഇവിടെ നേരത്തെ ഉള്ളതിൽ നിന്ന് സഹകരണ മേഖല വളർന്നു വരാൻ കാരണം എന്താണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ നിക്ഷേപം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിൽ സഹകരണ മേഖലയിൽ. അതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ദീർഘനാളത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആർജിക്കാൻ കഴിഞ്ഞ വിശ്വാസ്യതയിലൂടെ ഉയർന്നു വന്നത്. ആ സഹകരണ സ്ഥാപനങ്ങളിൽ മനുഷ്യരാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. ഈ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരില് ചിലര് വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തിയത്. അങ്ങനെ വഴിവിട്ട നീക്കം നടത്തുമ്പോൾ കേരളം സ്വീകരിച്ച നിലപാടെന്താ? തെറ്റാരും ചെയ്യുന്നു അവർക്കെതിരെ കർക്കശ നടപടി. എന്നാൽ ഒരാൾ തെറ്റ് ചെയ്തു എന്നതിന്റെ മേലെ
ഒരു സ്ഥാപനത്തിൽ ഏതാനും ആളുകൾ തെറ്റ് ചെയ്തു എന്നതിന്റെ മേലെ സഹകരണ മേഖലയെ ആകെ തകർക്കുന്ന നിലപാട് കേരളം സ്വീകരിക്കുക ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. കാരണം ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നവര് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് നിക്ഷേപം നടത്തുന്നത്. അപ്പോ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, സഹകരണ മേഖലയെ കൂടുതൽ വളർത്തുക, ഈ നിലയാണ് കേരളം സ്വീകരിച്ചത്. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കരുവന്നൂർ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത ചില ക്രമക്കേടുകൾ നടന്നു. ആ ക്രമക്കേടുകളുടെ നേരെ ശക്തമായ നിലപാട് സഹകരണ വകുപ്പ് സ്വീകരിച്ചു, സർക്കാരും സ്വീകരിച്ചു. അതിന്റെ ഭാഗമായുള്ള വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങൾ നടന്നു. അതിലൂടെ തെറ്റ് ചെയ്തവരെ കൃത്യമായി കണ്ടെത്തുന്ന നിലയുണ്ടായി. അവരെ തന്നെയല്ലേ ഇപ്പോ ഇടി വന്നപ്പോഴും പ്രതികളാക്കി വെച്ചിട്ടുള്ളൂ. അതിനപ്പുറം എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്താ? തെറ്റ് ചെയ്തവർക്കെതിരെ അവരർഹിക്കുന്ന നിയമപരമായ നടപടിയും അതിന്റെ ഭാഗമായി ലഭിക്കാവുന്ന ശിക്ഷയും ഉറപ്പാക്കും. അതേസമയം സഹകരണ മേഖല തകരാതിരിക്കുക. ഇപ്പോ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അത് സാധാരണ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയും അതിന്റെ നിക്ഷേപകര് ആ നിക്ഷേപിച്ച സംഖ്യ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതിപ്പോ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകര് നിക്ഷേപം ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കൊടുക്കുന്ന നിലയുണ്ട്. ഒരു പ്രശ്നം ഇപ്പൊ അവിടെ ഇല്ല. വീണ്ടും നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും വായ്പ നല്ല നിലക്ക് ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സ്ഥാപനം എന്ന നിലക്ക് ആ ബാങ്കിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ട് വരികയാണ്. ഇതാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്. അതാണ് നാം കാണുന്നത്. ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടി. അത് അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കാലമല്ല, ഗവൺമെന്റ് നിലക്ക് പ്രവർത്തിക്കുന്ന ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾക്ക് പല പരിമിതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അന്ന് ഇടപെട്ട് അതിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല നിലക്ക് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഞാൻ തൃശ്ശൂരെത്തിയപ്പോ അവര് ദേവസ്വക്കാര് വന്നിട്ട് പൂര ദിവസം അവിടെ എത്താൻ വേണ്ടി എന്നെ വല്ലാതെ ക്ഷണിച്ചിരുന്നു. ഞാൻ അന്ന് കോഴിക്കോടാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിലാണ് ഗവൺമെന്റ് അതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയും. അപ്പൊ അത്തരം പരാതികളെ പറ്റി ഇപ്പോ ഈ ഗവൺമെന്റ് ഇപ്പൊ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിന്റെ തുറന്നെന്താണോ വേണ്ടത് ആ നില നടപടി എടുക്കാവുന്ന. സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകളാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറയുന്നത്. ആരെ പറ്റിയാണെന്ന് പറയുന്നത്? CPM-നെതിരെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകളാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന എന്തടിസ്ഥാനത്തിലാണ് CPM-നെ കുറിച്ച് പറയാൻ പറ്റും? കേരളത്തില് CPIM ഏത് നിലയിലാണുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അതൊക്കെ വേറെ ആരെയും കുറിച്ചൊന്നും പറഞ്ഞാലും ഞങ്ങളെ കുറിച്ചായിരിക്കും. ഞങ്ങൾ കൂടുതൽ കരുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ആളെ കുറിച്ച് പറയാൻ താല്പര്യമുണ്ടാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞതായിരിക്കും. കഴിഞ്ഞ 2 ദിവസമായി കള്ളവോട്ട്
പരാതികൾ കൂടുതലായി പുറത്തു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കർശനമായ നടപടികൾക്ക് തോന്നിയിട്ടുള്ളൂ? തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് സാധാരണ നിലക്ക് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കും. അത് അവര് ചെയ്തോളും. നമ്മളതിൽ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ആളെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എത്തുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും അവരെത്തുന്നു. പോളിംഗ് ബൂത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ വീട്ടിലെത്തി ആ പ്രായമുള്ള ആൾ വോട്ട് ചെയ്യും. ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അതില് ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല. ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുക. ഏതെങ്കിലും ക്രമക്കേടുണ്ട്. ഒരു വാർത്ത കണ്ടല്ലോ, ഒരു കമലാക്ഷിയോ മറ്റോ, വോട്ട് ചെയ്യേണ്ട കമലാക്ഷി വേറെ, വോട്ട് ചെയ്ത കമലാക്ഷി വേറെ, പാർട്ടിയായിട്ട് വന്നല്ലോ. എന്റെ സസ്പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നോന്ന് കണ്ടല്ലോ. അതാ കുന്നമംഗലത്തില്ലേ പറയുന്നത്? അതിന്റെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചോദിച്ചത് ഞാൻ മറുപടി പറയാം. നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക്? അപ്പൊ കമലാക്ഷിയല്ലേ. പക്ഷെ കമലാക്ഷിയെ കണ്ടെത്തിയത് വേറൊരു കമലാക്ഷിയാണ്. ഇതാണ് നടക്കുന്നത്. അപ്പൊ ഫലപ്രദമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുക. മറ്റേ കുന്നമംഗലത്തും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണോ നടക്കുന്നത്, സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിന്റെ ഭദ്രത, സ്വകാര്യത എല്ലാം ഉറപ്പുവരുന്ന നടപടികളിലേക്ക് അവർ നീങ്ങും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്നത്തെ നിലയിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. അവർ നല്ല ഫലപ്രദമായ നടപടി എടുക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആ ചെല്ലുന്നയാള് ഈ കമലാക്ഷിയെ മാറ്റി വേറെ കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയാണ്. അപ്പൊ ഏത് തെറ്റിനെയും അതേ രീതിയിൽ കാണുകയാണ് വേണ്ടത്. അപ്പൊ ഒരു തെറ്റ് നല്ല പർവ്വതീകരിക്കുക, മറ്റൊരു തെറ്റ് കാണാതെ അത് എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത് വെച്ച് ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും കൊടുക്കുക. അതിനെല്ലാം വേണ്ടത്. പർവ്വതീകരിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും പർവ്വതീകരിക്കുക, എല്ലാ തെറ്റിനെയും തെറ്റാണെന്ന് പറയുക. എല്ലാ തെറ്റിനെയും തെറ്റായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നമ്മുടെ എടുത്തുള്ളത്. അതാണ് സർക്കാരിന്റെ സമീപനം. അല്ല, അത് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. ചോദ്യം, പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ ഇപ്പോൾ പാണക്കാട് ഹൈദരാബാദി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ചന്ദ്രിക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ ചോദ്യം ചെയ്യുന്ന ശേഷമാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണം ഉണ്ടായത്. ലീഗ് നേതൃത്വം കാര്യമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഒരു വാദം CM ശ്രദ്ധിച്ചിരുന്നു. എനിക്കതിനെ പറ്റി യാതൊന്നും അറിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിനെ ചുവട് പിടിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുകയാണ്, വിമർശനം ഉന്നയിക്കുകയാണ്. BJPക്ക് ഒപ്പം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ സമുദായം ആക്രമിക്കുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുക. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറെ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്, പിന്നെ 170 കോടി രൂപ എങ്ങനെ ഇലക്ട്രൽ ബോർഡിനത്തില് BJPയുടെ കയ്യിലേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞപ്പോ ഹരിയാന സർക്കാർ ഇതിൽ യാതൊരു നിയമവിരുദ്ധ നടപടിയും ഇല്ല. നേരത്തെ പറഞ്ഞ ഭയങ്കര വഞ്ചന, റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഭയങ്കര വഞ്ചന, അഴിമതിയൊക്കെ നടന്നിരിക്കുന്നതാണ്. പക്ഷെ ഒരു കുറ്റകരമായ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം രാജ്യത്തിന്റെ മുന്നിലുള്ളതാണ്.
അപ്പൊ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്, അത്രയും അവർക്ക് പറയാം. ഈ വടകരയിലെ വിഷയത്തില് പാർട്ടി മുന്നോട്ട് വീഡിയോ ഇല്ല, വീഡിയോ ഇല്ലാത്ത വീഡിയോ ഉണ്ട്. എല്ലാം മോർഫ് ചെയ്ത ചിത്രത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അത് വീഡിയോ ചിത്രീകരിക്കേണ്ട കാര്യമില്ല, ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രം നാളെ തലവെട്ടിയിട്ട് വേറെ തലവെക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് നടന്നത്. അതല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് ഞങ്ങള് വിട്ടാലും ജനങ്ങൾ വിടുമെന്ന് കരുതണ്ട കേട്ടോ. കാരണം ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതുന്നത്. സാംസ്കാരിക കേരളം അതൊന്നും അംഗീകരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിലെ സംസ്കാരത്തിനും അത് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ വികാരം പൊതുവെ വടകരയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്വാഭാവികല്ലേ, അത് സ്വാഭാവികമായിട്ട് നടക്കും. പിന്നീടത് ആദ്യം വിവരിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ എനിക്കതിനെ പറ്റി യാതൊന്നും അറിയില്ല, അതൊന്നും അന്വേഷിക്കാതെ. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സൈബർ മുഖ്യധാര മാധ്യമങ്ങൾ നമസ്കരിക്കുകയും അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഈ ഘട്ടത്തിൽ മാത്രമല്ല, കുറെ കാലമായിട്ട് നിലനിൽക്കുന്ന കാര്യം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമസ്കരിക്കൽ ഒരു ഭാഗത്ത്, വക്രീകരിക്കൽ വേറൊരു ഭാഗത്ത്, തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കലും മറ്റൊരു ഭാഗത്ത്, എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ്. നവമാധ്യമ രംഗത്ത് പല പ്രവർത്തകരുണ്ട്. ആ എല്ലാ പ്രവർത്തകരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിന്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരു പറ്റം ആളുകൾ വളരെ മേന്മയേറിയ പ്രവർത്തനമാണ്. ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരും. അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത്. അവര് അഭിനന്ദനം